നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ പർവ്വമായിട്ടുള്ള മനുപർവ്വത്തിലെ ഉപപർവ്വമായിട്ടുള്ള നളോപാഖ്യാന പർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള കഥയാണ്, നളനും ദമയന്തിയുടെയും കഥ. ഒരുപാട് കഥകളികളായിട്ട് വന്നിട്ടുള്ളതും ഒക്കെ അങ്ങനെ എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് നളൻ്റെയും ദമയന്തിയുടെയും പ്രണയത്തിൻ്റെ ആരംഭത്തിൻ്റെ കാര്യമാണ്. നളൻ നിഷധം എന്ന് പറയുന്ന രാജ്യത്തെ രാജാവായിരുന്നു. ദമയന്തി വിദർഭ എന്ന് പറയുന്ന രാജ്യത്തെ ഭീമൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകളായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ദേവന്മാരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യമുള്ള ആളായിരുന്നു നളൻ. അതോടൊപ്പം തന്നെ തൻ്റെ ശക്തിയുടെയും തൻ്റെ യുദ്ധനിപുണതയുടെയൊക്കെ കാര്യത്തിൽ നളൻ വളരെ ഉയർന്ന തലത്തിലായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു ദമയന്തിയുടെ കാര്യം. ദമയന്തിയും ലോകപ്രശസ്തയായിട്ടുള്ള ഒരു ദേവതമാരെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ സൗന്ദര്യമുള്ള ഒരു രാജകുമാരിയായിട്ട് വളർന്നു വന്നു. ഇവർ പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആളുകളെ, കൂട്ടത്തിലുള്ള ദാസന്മാരും ഒക്കെ പറയുന്നത് കേട്ടിട്ട് ഇവർക്ക് പരസ്പരം ഭയങ്കരമായിട്ടുള്ള ഒരു ആകർഷണം തോന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദമയന്തിയെ കാണണമെന്ന് നളനെ കാണണമെന്ന് ദമയന്തിക്ക് ആഗ്രഹം തോന്നി. അപ്പം അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബൃഹദശ്വനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൃഹദശ്വൻ യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരനെ കഴിഞ്ഞും കൂടുതൽ വിഷമം അനുഭവിച്ചിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ചിട്ട് കഥ പറയാമെന്ന് പറഞ്ഞിട്ട് വനവാസത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുധിഷ്ഠിരനോട് പറയുന്ന കഥാഭാഗമാണ്. ബൃഹദശ്വനൊപ്പം കഥ തുടരുകയാണ്. പിന്നെ നടന്നത് എല്ലാവർക്കും അറിയാവുന്ന ഹംസദൂതാണ്. ഒരു ദിവസം നളൻ പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന സമയത്ത് 2 സ്വർണ്ണ അരയന്നങ്ങൾ ആ വഴി പറന്നു വന്നു. കൗതുകം തോന്നിയ നളൻ അതിലൊന്നിനെ പിടിച്ചപ്പോൾ അത് മനുഷ്യർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് പറഞ്ഞു, നിങ്ങളെന്നെ കൊല്ലാതിരിക്കുകയാണെങ്കിൽ ഞാൻ ദമയന്തിയുടെ അടുത്ത് ദൂത് പോകാം, അങ്ങയുടെ കാര്യം വളരെ വിശദമായിട്ട് പറയാം, അങ്ങയോട് ആകർഷണം കൂടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാം, അങ്ങേ വിവാഹം കഴിച്ചാൽ അവക്കുണ്ടാകുന്ന നേട്ടങ്ങളും അങ്ങേ പുകഴ്ത്തി ഞാൻ ദൂത് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹംസദൂത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥാഭാഗമാണ്. അങ്ങനെ നളൻ സന്തോഷത്തോടു കൂടിയിട്ട് അതിന് സമ്മതിച്ചു. ഈ ഹംസൻ തന്നെ ദമയന്തിയുടെ രാജ്യത്ത് എന്നിട്ട് ദമയന്തിയുടെ അന്തഃപുരത്തിലെ പൂന്തോട്ടത്തിൽ തോഴിമാരുമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ദമയന്തിയെ ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റി നിർത്തി, അതായത് ആകർഷിച്ച് മാറ്റി നിർത്തി അവളോട് രഹസ്യമായിട്ട് നളൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നളൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ദമയന്തി പ്രണയപരവശയായി. അങ്ങനെ വിരഹം സഹിക്കാൻ വയ്യാതെ അവൾ ആഹാരമൊന്നുമില്ലാതെ ഒന്നിലും സന്തോഷം കാണാതെ കിടന്ന് വിഷമിക്കാൻ തുടങ്ങി. ആ സമയത്ത് തോഴിമാർ ഇവളുടെ ദുഃഖം എന്താണെന്ന് ഏകദേശം പിടികിട്ടി. അപ്പോൾ ആരെയാണ് സ്നേഹിക്കുന്നതെന്നും അറിയില്ല, പക്ഷേ വിവാഹപ്രായം എത്തി, ആരെയോ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അത് രാജാവായിട്ടുള്ള ഭീമരാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഭീമരാജാവ് സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി. ഇവിടം വരെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നളനും ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു. നളനോടൊപ്പം അന്ന് ഭൂമിയിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ രാജാക്കന്മാരും ദമയന്തിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആ വിദർഭ രാജ്യത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ദമയന്തിയെ സ്വന്തമാക്കണം, ദമയന്തി തൻ്റെ ആവണം എന്നുള്ള ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ട് എത്രയും സുന്ദരന്മാരായിട്ടും അണിഞ്ഞൊരുങ്ങിയുമാണ് അവരെല്ലാവരും സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പം ദമയന്തിയുടെ വിവാഹത്തെക്കുറിച്ചിട്ട് സ്വർഗത്തിലിരുന്നു കൊണ്ട് നാരദൻ പറയുന്നത് ഇന്ദ്രൻ കേട്ടു. അപ്പോൾ ഇന്ദ്രനും ആ സ്വയംവരത്തിൽ പങ്കെടുക്കണമെന്നും ദമയന്തി വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ ഇന്ദ്രനും വരുണനും യമനും അഗ്നിയും അവർ ലോകപാലകന്മാരാണ്. അവരെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ആകാശമാർഗേന രഥത്തിൽ കയറി വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം വരുന്ന വഴിക്ക് അവർ നളനെ കണ്ടു കഴിഞ്ഞപ്പോഴേ നളൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് പോലും അസൂയ വന്നു എന്നാണ്. അപ്പം നളനെ തടഞ്ഞു നിർത്തിയിട്ട് നളനെ ആരാന്നൊക്കെ ചോദിച്ചു. അപ്പം നളൻ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇന്ദ്രൻ സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ദേവേന്ദ്രനായിട്ടുള്ള ഇന്ദ്രനാണ്. നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദൂത് വേണം ദമയന്തിയുടെ അടുത്ത്. നീ അവിടെ ചെന്നിട്ട് പറയണം, ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ ദമയന്തി വിവാഹം കഴിക്കണം എന്നുള്ള ദൂത് നീ ചെന്നിട്ട് വിദർഭ രാജ്യത്തെ രാജകുമാരിയായിട്ടുള്ള ദമയന്തിയുടെ അടുത്ത് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നളൻ പറഞ്ഞു, ഞാനും അതേ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം ഭവാന്മാർ പറഞ്ഞ് ഇക്കാര്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് നളൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് ഭയങ്കരമായിട്ടുള്ള കോപം കാണിച്ച്
നിന്നെ ഞാൻ ശിക്ഷിക്കും, അല്ലെങ്കിൽ വധിച്ചു കളയും എന്നുള്ള ഭീഷണി മുഴക്കി. അപ്പോൾ അത് കേട്ടിട്ട് ദേവന്മാരോടുള്ള ഭയം കാരണം നളൻ അങ്ങനെ ദൂതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് അന്തഃപുരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെന്നു. അന്തഃപുരത്തിലേക്ക് കയറാൻ വേണ്ടി ചെന്നപ്പം ഭടന്മാരാരും തടഞ്ഞില്ല, കാവൽക്കാരും തടഞ്ഞില്ല. കാരണം ദമയന്തിക്കും തോഴിമാർക്കുമല്ലാതെ ആർക്കും നളനെ കാണാൻ വഴിതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മായാവിദ്യ ഈ ദേവന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്തഃപുരത്തിൽ തോഴിമാരുമായിട്ട് ഇരിക്കുന്ന, സ്വയംവരത്തിന് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്ന ദമയന്തിയുടെ അടുത്തേക്ക് നളൻ ചെന്നു. അപ്പം നളനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ദമയന്തിക്ക് ഭയങ്കരമായിട്ടുള്ള ആകർഷണം തോന്നി. ഇതാണ് നളൻ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ ഭയങ്കര കാവലുള്ള ഈ ഒരു സ്ഥലത്തേക്ക് സാധാരണക്കാർക്കാർക്കും കയറി വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ദമയന്തി വളരെ ആശ്ചര്യത്തോടു കൂടിയിട്ട് ചോദിച്ചു, അങ്ങാരാണ്, അങ്ങക്ക് എങ്ങനെയാണ് ഇവിടത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്? ഇത് വലിയ കാവലുള്ള അന്തഃപുരമാണല്ലോ, അങ്ങ് എങ്ങനെയാണ് ഇവിടേക്ക് പ്രവേശിച്ചതെന്ന് ചോദിച്ചു. ഞാൻ നിഷധരാജ്യത്തെ രാജാവായിട്ടുള്ള നളനാണ്, ഭവതിയെ കാണാൻ വേണ്ടിയിട്ടും ഒരു ദൂത് പറയാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പം നളനാണ് ഇതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദമയന്തി ആ കാഴ്ചയിൽ തന്നെ പ്രണയപരവശയായെന്നാണ്. അവള് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഭയങ്കര പ്രണയത്തോടു കൂടിയിട്ട് തന്നെ നളനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ നളൻ ദമയന്തിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ദേവന്മാരുടെ ദൂതുമായിട്ടാണ്. ദേവേന്ദ്രൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അവിടെ 4 ലോകപാലകന്മാരായിട്ടുള്ള ദേവന്മാർ വന്നിട്ടുണ്ട്. അവരിൽ ആരെയെങ്കിലും ഭവതി വരണമാല്യം ചാർത്തണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് നളൻ പറഞ്ഞു, ഇതാണ് ദേവന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇനിയും ഭവതിക്ക് എന്താണോ അനുയോജ്യമെന്ന് തോന്നുന്നത് അത് ഭവതിക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവന്മാരെയൊക്കെ മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അവരെ നമസ്കരിച്ചുകൊണ്ട് ദമയന്തി നളനോട് ഇപ്രകാരം പറഞ്ഞു. ദമയന്തി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി, എനിക്ക് ഭവാനെ മാത്രം മതി. അന്ന് ഹംസം വന്ന് ദൂത് പറഞ്ഞതിൽ പിന്നെ എൻ്റെ മനസ്സ് അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങയുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങല്ലാതെ ഏത് ദേവന്മാർ വന്നാലും ഞാൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. അങ്ങയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ. അങ്ങ് എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും രീതിയിൽ അഗ്നിയിൽ ചാടിയോ ജലത്തിൽ ചാടിയോ കയറിൽ കുരുങ്ങിയോ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് ദമയന്തി നളനോട് പറഞ്ഞു. ഇത് കേട്ടിട്ട് നളൻ ദമയന്തിയോട് പറഞ്ഞു, ദമയന്തി, ലോകപാലകന്മാരായിട്ടുള്ള ദേവന്മാരാണ് ഭവതിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുന്നത്. അതിൽ ഇന്ദ്രൻ ഈ ലോകത്തിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ദേവനാണ്. കൂട്ടത്തിൽ വന്നിരിക്കുന്ന അഗ്നിയും നിസാരക്കാരനല്ല. വരുണനും ഭയങ്കര ശക്തിമാനായിട്ടുള്ള ദേവനാണ്. ലോകത്തിലെ മൃത്യുവിനെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന യമൻ. ഇവരിൽ ആരെയെങ്കിലും ഭവതി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭവതിക്ക് സ്വർഗത്തിൽ വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പൊടി പിടിച്ച ഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സ്വർഗീയ വിരുന്നുകളുമൊക്കെ അനുഭവിച്ച സ്വർഗത്തിൽ തന്നെ ഭവതിക്ക് വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ദേവന്മാർ തയ്യാറായി വന്ന സ്ഥിതിക്ക് ഭവതി അവരെ ആരെങ്കിലും വിവാഹം കഴിക്കുന്നതല്ലേ നല്ലതെന്ന് വേദനയോട് കൂടിയിട്ട് നളൻ ദമയന്തിയോട് ചോദിച്ചു. ദമയന്തി വളരെ ദുഃഖിതയായിട്ട് ഗദ്ഗത കണ്ടയായിട്ട് നളനോട് പറഞ്ഞു, ഞാൻ ഭവാനല്ലാതെ വേറെ ആരെയും വരിക്കയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നളൻ വിഷമത്തോടു കൂടിയിട്ട് പറഞ്ഞു, ഭവതി, ഞാനിവിടെ വന്നിരിക്കുന്നത് ആ ദേവന്മാരുടെ ദൂതനായിട്ടാണ്. അപ്പം ഞാൻ ഈ സമയത്ത് എൻ്റെ കാര്യം ഭവതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ സ്വാർത്ഥതയായിട്ട് മാറും. ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ട ഒരവസ്ഥ എനിക്ക് വരും. പക്ഷേ എനിക്കും ദേവിയെ പിരിയാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ദേവന്മാർക്ക് വാക്ക് കൊടുത്തു പോയല്ലോ, അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് നളൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞിട്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് ദമയന്തി നളനോട് പറഞ്ഞു, എനിക്കൊരു ഉപായം തോന്നുന്നുണ്ട്. അങ്ങും ഈ സ്വയംവരത്തിന് വരണം. സ്വയംവരത്തിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആരെ വേണമെങ്കിലും വരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ ദേവന്മാർ ഇരിക്കുന്ന സമയത്ത് അവരെ നമസ്കരിച്ചിട്ട് ഞാൻ അങ്ങേ വിവാഹം കഴിച്ചോളാം. അതാണ് എൻ്റെ തീരുമാനം. അങ്ങീ ദൂതി എന്നിട്ട് എൻ്റെ തീരുമാനം ചെന്നിട്ട് ദേവന്മാരെ അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പം നളൻ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ വളരെ വിഷമത്തോടു കൂടിയിട്ട് തിരിച്ച് ദേവേന്ദ്രൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ദേവേന്ദ്രൻ ചോദിച്ചു, നിനക്ക് ഇവിടെ പ്രവേശിക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചു. അപ്പം നളൻ പറഞ്ഞു, നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എന്നെ അവിടെയുള്ള കാവൽക്കാരും കണ്ടില്ല, തോഴിമാരും ദമയന്തിയും മാത്രമേ കണ്ടുള്ളൂ. അവളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്താണ് അവൾ മറുപടി പറഞ്ഞതെന്ന് ദേവേന്ദ്രൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൾ പറഞ്ഞത് ഞാനും ആ സ്വയംവരത്തിൽ പങ്കെടുക്കണം,
ദേവന്മാരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവൾ എന്നെ വിവാഹം കഴിക്കും, അതാണ് അവളുടെ തീരുമാനം എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നതെന്ന് ഇന്ദ്രനോട് നളൻ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും എല്ലാം ഭവാന്മാർ, ലോകപാലകന്മാരായിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള നിങ്ങളുടെ തീരുമാനത്തിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ബൃഹദശ്വൻ കഥ തുടരുകയാണ്. ഭീമരാജാവ് അങ്ങനെ സ്വയംവരത്തിന് വേണ്ടിയിട്ടുള്ള മുഹൂർത്തമൊക്കെ തീരുമാനിച്ചു. അന്ന് ലോകത്തുണ്ടായിരുന്ന എല്ലാ ധീരന്മാരായിട്ടുള്ള രാജാക്കന്മാരും സർവാഭരണ വിഭൂഷിതരായിട്ട് അവിടെ സന്നിഹിതരായിരുന്നു. അവർക്കെല്ലാവർക്കും ഈ ദമയന്തിയെ ഭാര്യയായിട്ട് കിട്ടണം എന്നുള്ള അതീവമായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ദമയന്തിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും വളരെയധികം അണിഞ്ഞൊരുങ്ങിയിട്ടാണ് വന്നത്. എല്ലാവരും വളരെയധികം ബലിഷ്ഠകായന്മാരും മുഖകാന്തിയുള്ളവരുമായിരുന്നു. ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലാണ് അവിടെ കാണപ്പെട്ടത്. അവരെല്ലാവരും ദമയന്തിയെ ഭാര്യയായിട്ട് കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട്, അവളെന്നെ സ്വീകരിക്കണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവിടെ ഇരുന്നിരുന്നത്. ദമയന്തി അങ്ങനെ വരണമാല്യവുമായിട്ട് ആ സഭയിലേക്ക് പ്രവേശിച്ചു. അപ്പം ദമയന്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള രാജാക്കന്മാർ ദമയന്തിയുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണോ നോക്കിയത് അവിടെ നിന്ന് കണ്ണ് മാറ്റാൻ ശക്തിയില്ലാത്തതുപോലെ ഇരുന്നു എന്നാണ്. അപ്പോൾ അത്രയും സൗന്ദര്യവതിയായിരുന്നു അവൾ. അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ആദ്യമായിട്ടാണ് ഈ രാജാക്കന്മാർ കാണുന്നത്. അവർക്കെല്ലാവർക്കും ദമയന്തിയെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഒന്നുകൂടെ തീവ്രമായി. അത്രയും ജ്വലിക്കുന്ന സൗന്ദര്യമായിരുന്നു ദമയന്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ദമയന്തി അവളുടെ കണ്ണുകൊണ്ട് തിരഞ്ഞുകൊണ്ടിരുന്നത് നളനെയാണ്. അപ്പോൾ നളഞ്ഞിരിക്കുന്ന ഭാഗത്തേക്ക് അവൾ മന്ദം ഈ വർണ്ണമാലയുമായിട്ട് ചെന്ന സമയത്ത് അവിടെ 5 നളന്മാരിരിക്കുന്ന കണ്ടു. അപ്പം അത് ദേവന്മാർ 4 പേര് നളഞ്ഞോടൊപ്പം നളഞ്ഞ് അതേ രൂപം ധരിച്ച് ആ മായക്കാഴ്ച അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിലാരാണ് നളൻ എന്ന് മനസ്സിലാവാതെ അവൾ അതിഭയങ്കരമായിട്ട് വിഷമിച്ചു. അവൾ കുറേ സമയം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇതിലാരാണ് നളൻ എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അവൾ ദേവന്മാരോട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭവാന്മാരെ, നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് ഹംസം എൻ്റെ അടുത്ത് നളനെക്കുറിച്ചിട്ട് വന്ന് പറഞ്ഞത്. അവനെക്കുറിച്ചിട്ട് അറിഞ്ഞ നിമിഷം തന്നെ അവനെ ഞാൻ എൻ്റെ പതിയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് നളനെ ഭർത്താവായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നളനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെന്നെ അനുഗ്രഹിക്കണം പറഞ്ഞുകൊണ്ട് വലിയൊരു സ്തുതി ഈ 4 ദേവന്മാർക്കും വേണ്ടിയിട്ട് ദമയന്തി അവിടെ ചൊല്ലി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവന്മാർക്കൊക്കെ ഇവളോട് ഭയങ്കര പ്രീതിയായി. ഇവൾക്ക് നളനോടുള്ള അഗാധമായിട്ടുള്ള പ്രണയത്തിൻ്റെ ആഴം എത്രയാന്നുള്ള കാര്യം ദേവന്മാർക്കെല്ലാം മനസ്സിലായി. ദേവന്മാരുടെ പ്രത്യേകതകൾ അവർ കാണിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർ കണ്ണ് ചിമ്മിയിരുന്നില്ല, അവരുടെ ഒന്നും കാല് നിലത്ത് പതിഞ്ഞിരുന്നില്ല, അവരുടെ നിഴല് ഒരിടത്തും പതിഞ്ഞിരുന്നില്ല, അവരുടെ ദേഹത്തൊന്നും പൊടിയോ വിയർപ്പോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 4 പേര് ഈ പ്രത്യേകതകളോട് കൂടിയിട്ട് ദമയന്തി കണ്ടു. അപ്പോൾ ഇവരാരുമല്ല യഥാർത്ഥത്തിലുള്ള നളൻ എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അങ്ങനെ ദേഹത്ത് പൊടിയും പറ്റി വിയർത്തിരിക്കുന്ന കാലുകൾ നിലത്ത് പൂർണ്ണമായിട്ടും തറച്ചു നിൽക്കുന്ന നളനെ അവൾ കണ്ടു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നളൻ്റെ അടുത്ത് ചെന്നിട്ട് അവൾ നളനെ വരണമാല്യം അർപ്പിച്ചു. വരണമാല്യം അർപ്പിച്ച സമയത്ത് അവിടെ ഇരുന്ന ബാക്കിയുള്ള എല്ലാ രാജാക്കന്മാരുടെ ഹൃദയം ശിഥിലമായി. അവരെല്ലാം ഹാ ഹാ കഷ്ടം കഷ്ടം എന്നുള്ള വലിയ ശബ്ദമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർക്കെല്ലാം ഇനിയും ദമയന്തിയെ കിട്ടില്ല എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായി. നളന് ദമയന്തിയോടും ദമയന്തിക്ക് നളനോടുമുള്ള ആ പ്രണയത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ ദേവതകൾ ഇവരെ അനുഗ്രഹിച്ച് അവിടെ നിന്നും പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഓരോ ദേവന്മാരും അവരെ നളനെ പ്രത്യേകം വിളിച്ചിട്ട് അവരുടെ വരങ്ങൾ നളന് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദേവേന്ദ്രനാണ് ആദ്യം നളന് വരം കൊടുത്തത്. യജ്ഞം നടക്കുന്ന സമയത്ത് പ്രത്യക്ഷനാകാമെന്നും സ്വർഗപ്രാപ്തിയുമാണ് ഇന്ദ്രൻ നളന് വരമായിട്ട് കൊടുത്തത്. എപ്പോഴാണോ നളൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ട് കൊള്ളാമെന്ന് അഗ്നി നളന് വരം കൊടുത്തു. തന്നെപ്പോലെ തന്നെ ശോഭിക്കുന്ന പുണ്യലോകങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദവും അഗ്നി നളന് കൊടുത്തു. യമൻ കൊടുത്തത് ഭക്ഷണത്തിന് ശ്രേഷ്ഠമായിട്ടുള്ള രുചിയും ധർമ്മത്തിൽ ശ്രേഷ്ഠമായിട്ട് ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവുമാണ് നളന് വരമായിട്ട് കൊടുത്തത്. വരുണൻ വളരെ വിശേഷപ്പെട്ട ഒരു പൂമാല കൊടുക്കുകയും അതോടൊപ്പം തന്നെ എപ്പോഴാണോ വരുണനെ കാണണമെന്ന് നളൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് കാണാൻ സാധിക്കും എന്നുള്ള വരവും കൊടുത്തു.
ഇവരുടെ എല്ലാവരുടെയും വരങ്ങൾ ഏറ്റുവാങ്ങി വളരെ സന്തോഷത്തോടു കൂടിയിട്ടിരുന്ന നളൻ ദമയന്തിക്ക് ആ സമയത്ത് വിവാഹത്തിൻ്റെ സമയത്ത് വലിയൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. നീ ദേവന്മാരെ പോലും നിഷേധിച്ച് എന്നെ സ്വീകരിക്കിയാൽ ജീവിതകാലം മുഴുവനും ഞാൻ നിന്നിൽ അധീനപ്പെട്ടിരിക്കും. നീയല്ലാതെ വേറെ ഒരു സ്ത്രീയെക്കുറിച്ചിട്ട് ഞാൻ മരണം വരെ ആലോചിക്കുക പോലും ഇല്ല എന്ന് നളൻ ദമയന്തിക്ക് വാക്കുകൊടുത്തു. ഇത് കേട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ദമയന്തിയും തിരിച്ച് അതേ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നളന് കൊടുത്തു. വരങ്ങളൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ദേവന്മാർ തിരിച്ച് ദേവലോകത്തേക്ക് പോയി. നളനും ദമയന്തിയും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിഷധ രാജ്യത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വളരെ ധർമ്മിഷ്ഠമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിച്ചത്. അതോടൊപ്പം തന്നെ ദമ്പതിമാരെന്നുള്ള നിലയിൽ വളരെയധികം ദാമ്പത്യ സുഖവും അനുഭവിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. നളൻ ധർമ്മപ്രകാരം രാജ്യം ഭരിച്ച് യയാതിയെപ്പോലെ തന്നെ അശ്വമേധ യാഗം നടത്തി വലിയ ചക്രവർത്തിയായി തീർന്നു. അതോടൊപ്പം തന്നെ ദമയന്തിയുമായിട്ട് വനങ്ങളിലും പൂന്തോട്ടങ്ങളിലുമൊക്കെ അവർ ക്രീഡിച്ച് നടന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു പുത്രിയും ഒരു പുത്രനും ദമയന്തിക്കും നളനുമായിട്ട് ഉണ്ടായി. അവർക്ക് യഥാവിധി ഇന്ദ്രസേനെന്നും ഇന്ദ്രസേന എന്നുള്ള പേരുകളാണ് നളൻ കൊടുത്തത്. അങ്ങനെ വളരെ കാലം യജ്ഞങ്ങൾ നടത്തിയും ക്രീഡിച്ചും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നളൻ ആ രാജ്യത്ത് വസിച്ചു. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ക്ഷമയോട് കൂടിയിട്ട് ഇതുവരെ കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. എന്നോടൊപ്പം ഈ യാത്രയിൽ കൂടിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.